ഡിഫറെൻറ്റ് പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോൾ പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ ഗ്രിൽ യൂണിറ്റിനെ കൊടുത്തു ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫോഗ് ലാമ്പ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പ്രൊജക്ടഡ് LED ഹെഡ് ലാമ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്രോമില്ല, അതും ബ്ലാക്ക് ബെൻഡിങ് പോലെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എടുത്ത് കഴിഞ്ഞാലും ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യം, പ്രത്യേകിച്ച് നമ്മളൊരു ബാച്ചിലേഴ്സ് എടുക്കുമ്പോൾ അതിൻ്റെ കുറച്ച് മോഡിഫിക്കേഷൻ നോക്കും. ഈ ക്രോമൊക്കെ ഡീക്രോം ചെയ്തിട്ട് അങ്ങനത്തെ ഒരു വേരിയൻ്റാണ് നമ്മൾ കൊടുക്കുന്നത്. ഫോക്സ്വാഗൻ്റെ ടൈഗറിൻ്റെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് എഡീഷനായ ഒരു എഡീഷൻ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ ടൈഗർ എന്ന് പറയുന്നത്. ഇതിൽ എവിടെ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ് ഫുൾ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് എല്ലാ ഒരു ഇൻസേർട്ടും കൊടുത്തിട്ടുള്ളത്. നോർമൽ ടൈഗർ നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ് നമ്മൾ ബമ്പറിലായാലും സൈഡിലായാലും നമുക്ക് ക്രോം ട്രീറ്റ്മെൻറ്റ് ആവും. പക്ഷേ ഇതിൽ ക്രോം ട്രീറ്റ്മെൻറ്റ് അങ്ങനത്തെ ഒരു എഡീഷനാണ് ഫോക്സ്വാഗൻ ഇറക്കിയിട്ടുള്ളത്. ഡിഫറെൻറ്റ് പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോൾ പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ ഒരു ഗ്രിൽ യൂണിറ്റാണ് കൊടുത്തുള്ളത്. കേട്ടോ, 2 ലൈനായിട്ടാണ് ഗ്രില്ല് വന്നിട്ടുള്ളത്. അതിൽ പ്രീമിയം ലുക്ക് കൊടുക്കുന്ന രീതിയിലാണ് ഗ്രില്ല് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. താഴെ എയർ ഡാം യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഹണിഗ്രാം ഗ്രില്ലിന് ചുറ്റും കൊടുത്താണ് എയർ ഡാം. പിന്നെ ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്. നോർമൽ ടൈഗ് നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ്, പക്ഷേ ഇതിലൊക്കെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തത്. നമ്മൾ ഫോഗ് ലാമ്പ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പ്രൊജക്ടഡ് LED ഹെഡ് ലാമ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 10 ഇൻഡിക്കേറ്റേഴ്സും DRL പ്രവർത്തിക്കുന്നുണ്ട്. DRL ഇവിടെ മേലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആ രീതിയിൽ ഫ്രണ്ട് പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ടുള്ളത്. ഫോക്സ് നമ്മൾ ഒരു സേഫ്റ്റി ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്യാരറ്റ് ലൈൻസ് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് ബോണറ്റിൽ. കണ്ടോ, വലിക്കെടുക്കുന്ന ഒരു നോർമൽ ക്യാരറ്റ് ലൈൻസ് ആണ് ഈ വണ്ടിയിലെ ഫ്രണ്ട് പ്രൊഫൈലിൽ കൊടുത്തിട്ടുള്ളത്. ആരെങ്കിലും നോക്കി പോലൊരു ഡിസൈനാണ് ഫോക്സ്വാഗൻ ടൈഗറിന് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അടിപൊളി. ഇതാണ് ഓൾ ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ കൊടുത്തിട്ടുള്ളത്. 17 ഇഞ്ച് അലോയ് വീൽസാണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് അലോയ് കൊടുത്തിട്ടുള്ളത്. 5 സ്പോക്കാണ് വീൽ വന്നിട്ടുള്ളത്. ഡിസ്ക് ബ്രേക്ക് ഫ്രണ്ടിൽ. അതിലും നമുക്ക് ഫോക്സ്വാഗൻ ലോഗോ കാണാം. ഒരു BMW ലോഗോ, അത് വേറെ ഹരാണ് എന്തൂസിയാസം, ഒരു ജർമ്മൻ ഫീല്. അതിൽ SUV ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. ആ ക്ലാഡിങ് നേരെ ബാക്കിലോട്ട് കിടന്ന് ബാക്ക് ബമ്പറിൽ കയറി നിൽക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെയും കുറച്ച് ക്യാരറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരു ലൈന് പോകണ പോലെ ഒരു ക്യാരറ്റ് ലൈൻ അവിടെ കൊടുത്തിട്ടുണ്ട്. 10 ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. മിററിലാണ് കൊടുത്തുള്ളത്. താഴെ ഒരു ബ്ലാക്ക് ഫിനിഷും കൊടുത്തിട്ടുണ്ട്. ആ രീതിയിലാണ്. ഷോൾഡർ ലൈന് ക്രോമില്ല, അതും ബ്ലാക്ക് ബെൻഡിങ് പോലെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ക്രോമിൽ അവൈലബിൾ ആണ് മേലത്തെ മോഡൽ നോക്കുമ്പോൾ. പിന്നെ ഇതും ചെറിയ ക്രോമാണ്, പക്ഷേ ഇത് ക്രോമല്ല, ഡാർക്ക് ക്രോമാണ്. നമ്മൾ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഡാർക്ക് ക്രോം രീതിയിലാണ് ഈ ഡോർ ഹാൻഡിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളെ റൂഫ് റെയിൽ, ഇത് ഫങ്ഷണൽ റൂഫ് റെയിൽ. നമ്മൾ വാഹനം എന്തൊക്കെ ചെയ്താലും യാതൊരു സംഭവിക്കില്ല എന്നാണ് ആ റൂഫ് ലൈൻ പറയുന്നത്. അത്ര ഫങ്ഷണലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഡോർ ഹാൻഡിൽ പറഞ്ഞൊരു ഡാർക്ക് ക്രോം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ പറഞ്ഞാൽ അതേ സെയിം വീല ബാക്കിൽ വന്നുള്ളൂ. ബാക്കിൽ ഡ്രം ബ്രേക്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 5 സ്പോക്ക് 17 ഇഞ്ച് അലോയ് വീൽസ്. യെസ്. ഇപ്പോൾ ഓവറോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് പ്രൊഫൈൽ വന്നുള്ളത്. പരസ്പരം കണക്റ്റഡ് ആയി നിൽക്കുന്ന ഒരു ടെയിൽ ലാമ്പാണ് വാങ്ങിൻ്റെ കൊടുത്തിട്ടുള്ളത്. സെൻറ്ററിൽ ഫോക്സ്വാഗൻ ലോഗോ കൊടുത്തു. കണക്ട് പറയുമ്പോൾ ഇവിടുന്ന് ഡിസ്കണക്ട് ആവും. ബാക്കി ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ആവും. അതുപോലെ തന്നെ ഒരു റിവേഴ്സ് ക്യാമറ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടൈഗറിന് ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അത് ബ്ലാക്ക് ഔട്ടിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ TSL ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അത് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ കൊടുത്തിട്ടുണ്ട്. ബാക്ക് ബമ്പർ കൊടുത്തിട്ടുണ്ട്. പാർക്കിംഗ് സെൻസേഴ്സ്. പിന്നെ ഇവിടെ ഒരു ക്രോം ഫിനിഷാണ് വരിക, പക്ഷേ ഇതിൽ ഡാർക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. വൈപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഡിഫോഗർ ലൈന്, സ്പോയിലർ, ഹൈപ്പോൺ സ്റ്റോപ്പ് ലാമ്പ്, ഷാർപ്പ് ആൻറ്റിനും അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയും. അത്യാവശ്യം നല്ലൊരു സ്പേസസുള്ളൊരു ബൂട്ട് സ്പേസാണ്. ഏകദേശം 385 ലിറ്റർ അതിൻ്റെ ബൂട്ട് സ്പേസ് വന്നിട്ടുള്ളത്. താഴെ സ്പെയർ വീല് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്പെയർ വീൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ട്രയാങ്കിളാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ പുറത്ത് വെച്ചിട്ടുള്ള ട്രയാങ്കിളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു പാർസൽ ട്രേ നമ്മൾ ഊരി വെച്ചിരിക്കുകയാണ്. പാർസൽ ട്രേ സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ ഒരു ബൂട്ട് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് എയ്ഡ് കിറ്റും അവിടെ കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും ഹുക്ക് കൊടുത്തിട്ടുണ്ട്. 3 kg ഒരു ഹുക്ക് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഹുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹാൻഡിലും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയാനുള്ളത്. ഡോർപേയുടെ ഒക്കെ ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പർവിൻ്റെ കൺട്രോൾസും മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ലോക്കാണ്, ലോക്കും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. റബ്ബർ ഇതൊക്കെ സോഫ്റ്റ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ മേലെ അഡ്ജസ്റ്റ് ചെയ്യാൻ സീറ്റ്സ് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നേരെ നമുക്ക് ഇൻറ്റീരിയർ ചെയ്ത് അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. ഫുള്ളൊരു ബ്ലാക്ക് തീമിലാണ് യൂസ് ചെയ്തിട്ടുണ്ട്. റൂഫായാലും സീറ്റ്സ് ആയാലും ഫുള്ളൊരു ബ്ലാക്ക് തീമിലാണ്. പ്രത്യേകിച്ച് നമ്മളെ മലയാളികൾക്കും പ്രത്യേകിച്ച് നമ്മളെ ബോയ്സിന് കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കളർ എന്ന് പറഞ്ഞാൽ ബ്ലാക്കാണ്. ഇത് സെക്കൻഡ് വേരിയൻ്റ് ആണ്. ഇതിൽ കീ കൊടുത്തുള്ളത് ഇങ്ങനെയാണ്. അവിടെ പുഷ്പട്ട സ്റ്റാർട്ടല്ലേ കൊടുത്തുള്ളത്. കീയാണ് കീലിസിൻ്റെ കൊടുത്തുള്ളത്. ടോപ്പ് ലൈനിൽ നമുക്ക് വലിയൊരു സ്ക്രീൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ ഡിസ്പ്ലേ. ഇത് നമ്മൾ അനലോഗ് കൊടുത്തുള്ളത്. 2 അനലോഗ് ചെറിയൊരു ഡിസ്പ്ലേ ആയിട്ട് കൊടുത്തുള്ളത്. അത് കൺട്രോൾ ബട്ടൺസ് അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ക്രൂയിസ് കൺട്രോൾ ബട്ടൺസ്.
എക്കണോമി, റേഞ്ച്, ട്രാവൽ ടൈം, ഡിസ്റ്റൻസ്, സ്പീഡ്, വെഹിക്കിൾ സ്റ്റാറ്റസ്, ടെലിഫോൺ കണക്റ്റഡ് അല്ല, നോ കണക്റ്റഡ് ഡിവൈസ്, ഓഡിയോ, ടെലിഫോൺ, വെഹിക്കിൾ സെറ്റിങ്സ്, ഡ്രൈവിംഗ് ഡാറ്റ ജസ്റ്റ് ചെക്ക് നോക്കാം. ഡ്രൈവിംഗ് ഡാറ്റ അത് സ്പീഡോമീറ്റർ കാര്യങ്ങളൊക്കെ കൊടുത്തില്ല അതിൽ. വെഹിക്കിൾ സെറ്റിങ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ കണക്റ്റഡ് ചെയ്തില്ല, അതാണ് അതിൽ ഒന്നും കാണാത്തത്. അല്ലെങ്കിൽ ഡീറ്റെയിൽസ് നമ്മളെ ജർമ്മനിൽ കാണുന്ന പോലെ തന്നെ, ജർമ്മനി മഹലിൽ കാണുന്ന പോലെ തന്നെ വൈപ്പർ കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫോഗ് ലാമ്പ്, ഇൻഡിക്കേറ്റേഴ്സ് ഈ സൈഡിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇച്ചൊരു ഇൻഫോടൈം സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ്, ആപ്പിൾ കാർഡ് അങ്ങനെ ഒരുപാട് കണക്ടിവിറ്റി ഉണ്ടാവും. പിന്നെ ഇത് ട്രാഷൻ്റെ ഓഫ് ചെയ്യാൻ വട്ടം ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മളെ വണ്ടിയുടെ ഫോട്ടോ, ആവറേജ് കിലോമീറ്റർ, എത്ര സ്പീഡ് പോയി, ടൈം എത്ര സമയം പിടിച്ച്, അതൊക്കെ അതിൽ കാണിക്കാനുള്ളത്. ഈ ഒരു ആപ്പ് കണക്റ്റ് ആക്കാനുള്ളതാണ്. പിന്നെ നാവിഗേഷൻ അത് കണക്റ്റ് ആക്കിയിട്ടില്ല, അതൊന്നും വരാത്തത്. കണക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഏത് ലൊക്കേഷൻ നിൽക്കണം അതൊക്കെ നമുക്ക് അതിൽ കാണാൻ പറ്റും, ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓഫ് ചെയ്തേക്കാം. പിന്നെ താഴെ AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്വൈപ്പ് ചെയ്തിരിക്കുന്ന AC വെൻ്റ് നമ്മൾ ജർമ്മനിൽ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യണത്. പിന്നെ ടോപ്പ് ലൈൻ മുമ്പ് ഫ്രണ്ടത്തെ 2 സീറ്റ് നമുക്ക് വെന്റിലേറ്റഡ് സീറ്റാണ് ലഭിക്കാം. നമ്മൾ താഴത്തെ വരുന്നതിൽ വേറെ ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. 2 C പോർട്ട് ചാർജിങ് പോർട്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 12 ചാർജർ സോക്കറ്റ്. പിന്നെ നമ്മൾ ട്രാൻസ്മിഷൻ 6 സ്പീഡ് ട്രാൻസ്മിഷൻ കൊടുത്തില്ല, ഓട്ടോമാറ്റിക്കലി മാനുവൽ അവൈലബിൾ ആണ്. പിന്നെ ഇത് പറയാനുള്ളത് ഇതിൻ്റെ ബ്ലാക്ക് തീം തന്നെയാണ്. പിന്നെ ഒരു മാനുവൽ ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു കീ വെക്കാനുള്ള ഹോൾഡർ, പിന്നെ 2 കപ്പ് ഹോൾഡേഴ്സോട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ആൻഡ്രോ സ്റ്റൈൽ കുറച്ച് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ മാനുവൽ ഡിമ്മിയാണ് മിറർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് സൺറൈസ്, ഡ്രൈവർ സൈഡിൽ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഫുള്ള് ടോപ്പ് എൻ്റെ പോകണം നമുക്ക് ചെറിയൊരു സൺറൂഫ് ഉണ്ടാകുന്നതാണ്. പിന്നെ ലാമ്പ് കൊടുത്തിട്ടുണ്ട്, LED ലാമ്പ് കൊടുത്തില്ല. അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ട്. വിസിബിലിറ്റി ഇത് ലൈറ്റ് ഇട്ടാൽ മാത്രമേ ഫുൾ ബ്ലാക്ക് തീം മനസ്സിലാവുള്ളൂ. ഇവിടെ എന്തൊക്കെ ഇരിക്കണമെന്ന് മനസ്സിലാവും, കാരണം ഫുള്ള് ഒരു ഇരുട്ടാണ്, ഫുള്ള് ബ്ലാക്ക് ആയ കാരണം. പിന്നെ ഇവിടെ സൺറൈസ് കൊടുത്തിട്ടുണ്ട്, മിറർ കൊടുത്തിട്ടുണ്ട്, ലാമ്പില്ല. ഗ്ലോ ബോക്സ് ഒക്കെ ഉണ്ട്, അതിൽ കുറച്ച് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു സ്ക്രാച്ച് പ്രൂഫാണ് കൊടുത്തത്, സ്ക്രാച്ച് എല്ലാം എടുത്ത് കാണിക്കില്ല, ആ രീതിയിലാണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അത് നല്ല പ്രീമിയം കൊടുക്കുന്ന ഒരു ഇന്റീരിയർ ഇതിന് വന്നിട്ടുണ്ട്. സീറ്റൊക്കെ നല്ല കംഫർട്ടബിൾ സീറ്റും ഇവനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പാഡൽ ഷിഫ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. ഒരു ഡ്രൈവ് എൻത്യൂസിയാസൊക്കെ ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഒരു ഹരം കയറും പാഡൽ ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ. അത്രയും സ്പീഡിൽ പോകുമ്പോൾ നമ്മൾ ഗിയർ ഇവിടെ നിന്ന് മാറ്റി കുറച്ച് നല്ല പാഡൽ ഷിഫ്റ്റ് ഇവിടെ മണിക്കാണ്. കാരണം നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് മനസ്സിലാവും പാഡൽ ഷിഫ്റ്റ് എങ്ങനെ ഉണ്ടെന്ന്. ആ രീതിയിൽ നമുക്ക് സ്റ്റിയറിംഗിൽ തന്നെ കൺട്രോൾ ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു പാഡൽ ഷിഫ്റ്റിൻ്റെ യൂസ് എന്ന് പറയുന്നത്. നമ്മൾ സെക്കൻഡ് റോനെ കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസസിൽ ഒരു സെക്കൻഡ് റോയിന് വാഹനത്തിന് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്, പവർ വിൻഡോ കൺട്രോൾസും ലോക്ക് അൺലോക്കും കൊടുത്തിട്ടുണ്ട്. ഫുൾ ബ്ലാക്ക് തീമിലാണ് വന്നിട്ടുള്ളത് ഡിസൈന്. ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലെഗ് റൂം ഉണ്ട്, ഹെഡ് റൂം അത്യാവശ്യം നല്ല ഹെഡ് റൂം ഉണ്ട്. കണ്ടോ, അത്ര നല്ല സ്പേസിലൊരു സെക്കൻഡ് റോയിന് അതിന് വന്നിട്ടുള്ളത്. AC വെൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ C പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ ഫ്രണ്ട് ആദർശ് എങ്ങനെയുണ്ട് വണ്ടി? ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ അതിൻ്റെ ഇന്റീരിയർ തന്നെ രസമുണ്ട്. ഒരു ഫുൾ കോപ്പി ഡിസൈൻ ഇല്ലേ? അതുപോലെ ആ ഒരു ബ്ലാക്ക് തീം എങ്ങനെയുണ്ട്? ഫുൾ ബ്ലാക്ക് ആയി കാരണോ അത് കുറച്ചുകൂടി ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് നമ്മളെ പോലത്തെ ഒരു മലയാളികൾക്കും ആമ്പിള്ളേർക്കും ഒക്കെ. ശരി. റീഡിങ് ലാമ്പ് കൊടുത്ത് LED ലാമ്പാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കപ്പ് ഹോൾഡറും കൊടുത്തിട്ടുണ്ട് ഹാൻഡ് റെസ്റ്റിൽ. ഇത് കൈ വെച്ചുമ്പോൾ നല്ല കംഫർട്ടിൽ നമുക്ക് യാത്ര ചെയ്യാം. ഇങ്ങനെ ഒരു ലോങ് ഡ്രൈവ് നല്ല കംഫർട്ടിൽ യാത്ര ചെയ്യാം. കംഫർട്ട് എങ്ങനെയുണ്ട് വണ്ടിയുടെ? കുഴപ്പമില്ല, നല്ല സോഫ്റ്റ് സീറ്റിൽ കൊടുത്തിട്ടുള്ളത്. ലോങ് ഡ്രൈവ് നല്ല കംഫർട്ടിൽ പോലെ. ഇപ്പം കൂടുതൽ ഡിസൈൻ കപ്പിൾസിന് അതാ ഫാമിലിക്കാണ് യൂസ്ഫുൾ ആവുക? എല്ലാവർക്കും കൂടി പറ്റിയൊരു ഡിസൈൻ അല്ലേ? ഫാമിലി. അപ്പോൾ ഇതാണ് ഇതൊരു എൻജിൻ വന്നുള്ളത്. നമുക്ക് 2 രീതിയിൽ എൻജിൻ അവൈലബിൾ ആണ്. ഒരു ഡൈനാമിക് ലൈനും ഒരു പെർഫോമൻസ് ലൈനും. ഡൈനാമിക് 1 ലിറ്ററാണ് വന്നിട്ടുള്ളത്, പെർഫോമൻസ് 1.5 ലിറ്റർ. ഓട്ടോമാറ്റിക് മാനുവലും അവൈലബിൾ ആണ്. ഇനി പവർ ഫിക്കേഴ്സ് നോക്കുകയാണെങ്കിൽ 115 HP ആണ് ഇതിന് പവർ എന്നുള്ളത്. അത് ഡൈനാമിക്കിൽ നമ്മളിപ്പോൾ കാണുന്ന ഒരു വേരിയൻറ്റിൽ. അതിൻ്റെ ടോർക്ക് നോക്കുകയാണെങ്കിൽ 178 Nm ടോർക്കിന് വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 1 ലിറ്റർ എഞ്ചിൻ വന്നുള്ളത്. അത് ഏകദേശം 6 സ്പീഡ് ഓട്ടോമാറ്റിക്കും 7 സ്പീഡ് DST ഗിയർ ബോക്സ് വരുന്നത്. 150 HP അതിൻ്റെ പവർ വരുന്നത്. ടോർക്ക് നോക്കുകയാണെങ്കിൽ 250 Nm ടോർക്കിന് വാഹനം കൊടുത്തത്. അത്യാവശ്യം നല്ലൊരു പെർഫെക്റ്റ് ഒരു എഞ്ചിനാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഫുൾ പാക്ഡ് ആയിട്ടുള്ള എഞ്ചിനായിട്ട് വന്നുള്ളത്. ഫുൾ പാക്ഡ് ഒരു എഞ്ചിൻ പേരും അതിന് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു ഹുഡും കൂടിയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഡീറ്റെയിൽസ് ഉള്ളത് ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അവരെ കൂടുതൽ ഡീറ്റെയിൽസ് അവരെ കോൺടാക്ട് ചെയ്യുക. നമ്പർ താഴെ കൊടുത്തു, ലൊക്കേഷനും താഴെ കൊടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോയിലെ ചെറിയൊരു ബ്രേക്ക്.